നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് നല്ല കറുമുറ കഴിക്കാനുള്ള ഒരു കടി ഉണ്ടാക്കാം. വീഡിയോ കാണുന്നവർ ലൈക്ക് തരാൻ മറന്നു പോകരുത്. ഞാനിവിടെ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു 2 ഗ്ലാസ്സിനാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കുതിർക്കാൻ വെക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ എടുത്തത് റേഷൻ പീടികയിലത്തെ പച്ചരിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കട്ടെ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മളരി. പിന്നെ ഞാനിവിടെ ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിരവീറ്റും എടുത്ത് വെക്കാം. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്ത് തന്നാളൂ കേട്ടോ. ഇതിപ്പോൾ അരമുറിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. പിന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇത്രയും ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തത്. ഇതിപ്പോൾ ഒരു 7 അല്ലി ചുവന്നുള്ളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളിയും അതുപോലെ തന്നെ തേങ്ങയും നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് പകുതി അരി എടുത്തിട്ട് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജാറിലേക്ക് മുഴുവനായിട്ടും കൊള്ളെങ്കിൽ അത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇതിൽ കൊള്ളുകയല്ല, അതുകൊണ്ടാണ് ഞാൻ പകുതി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ അതിലേക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം മുങ്ങി നിൽക്കാനുള്ള പാകത്തിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു മുങ്ങി നിൽക്കാനുള്ള ഒരു ഭാഗത്തിൽ ഒഴിച്ചാൽ മതി കേട്ടോ, കൂടുതലായി പോവേണ്ട. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെതായാൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്ന വെള്ളം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തില്ലേ പാകത്തിന്, മുങ്ങി നിൽക്കുന്ന പാകത്തിന്, ഈ ഒരു പാകത്തിനാണ് കേട്ടോ ഇതിലേക്കും വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിക്കല്ല, അത്രയും മതിയാവും കേട്ടോ. ഇനി ഇത് നല്ലോണം പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ഉപ്പ് രണ്ടാമത്തേൽ ചേർത്തിക്കില്ലല്ലോ. അപ്പം ഇത് ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഞാൻ ഈ ഒരു പാത്രത്തോട് തന്നെ ഈ ഒരു ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേറെ പാത്രങ്ങളും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഈ ഒരു പാത്രത്തോട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മാവ് ചൂടായി വന്നതിന് ശേഷം കൈവെക്കാണ്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ ഇത് കട്ടിയായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇത് കട്ടിയായിട്ട് വരും കേട്ടോ. അടിഭാഗത്ത് പെട്ടെന്ന് കട്ടിയായി വരും. അപ്പോൾ ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പോകും. അപ്പോൾ അത്യാവശ്യം ഇവിടെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒന്നും കൂടി ഇതേപോലെ ഇളക്കുന്ന സമയത്ത് നല്ല മാവ് തന്നെ ആയിട്ട് വരും കേട്ടോ. അപ്പം നമ്മളെ മാവ് ചൂട് തണിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മുട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചൂടോടെ തന്നെ ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മളൊന്ന് ചെറുങ്ങനെ ഒന്ന് കട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു ചൂടിൽ തന്നെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക.
മാവ് ഞാനവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി പൈമന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു കവറിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു കവറിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാവ് നമ്മൾ കൈവെള്ളേൻ്റെ എടുത്തിട്ട് കുറച്ച് മാത്രം മതിയാവും കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ കവർ വെച്ചിട്ട് ഒന്ന് മേൽഭാഗത്തായിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതും കൂടി ഇതേപോലെ ഞാനൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കവറിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ. മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചോന്ന് വരുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. എന്തായാലും വൈകുന്നേരത്തെ ചായക്ക് ഈ ഒരു കടി മാത്രം മതിയാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ടേസ്റ്റുമാണ്. ഒരു കടി കഴിക്കുമ്പോഴത്തേക്ക് തന്നെ വയറ് നിറയും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് മുഴുവനായിട്ടും പൊരിച്ചെടുക്കട്ടെ. ഇതുപോലെ ഇത് മുഴുവനായിട്ട് ഞാനിത് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളിയാന്ന് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.